ഇപ്പം വയറിനെ പിന്നീട് ഗുരുതരമായി ബാധിച്ചേക്കാവുന്ന, എന്നാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തൊരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ എന്താ പറയാൻ? വയറ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിരവധി അവയവങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ഏരിയയാണ്. അപ്പം അതിനകത്ത് ലിവറുണ്ട്, അന്നനാളമുണ്ട്, ആമാശയമുണ്ട്, ചെറുകുടലുണ്ട്, പാൻക്രിയാസ് ഉണ്ട്, പിത്തസഞ്ചിയുണ്ട്, പിത്തക്കുഴലുണ്ട്, പ്ലീഹയുണ്ട്, വൻകുടലുണ്ട്, മലാശയമുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള അവയവങ്ങളുള്ള, അപ്പോൾ ഓരോ അവയവത്തിനും പ്രത്യേകമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാകും. അപ്പോൾ അന്നനാളത്തിലുണ്ടാകുന്ന ലക്ഷണമൊന്നും ആയിരിക്കത്തില്ല ആമാശയത്തിലുണ്ടാകും. അന്നനാളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴലായത് കാരണം അവിടെ ചെറിയൊരു തടിപ്പുണ്ടായാൽ തന്നെ ആഹാരം ഇറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ആമാശയത്തിന് അങ്ങനെ അത് വലിയൊരു അറയാണ്, അതുകൊണ്ട് അത് തടസ്സം ഉണ്ടാവില്ല. തടസ്സം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻലെറ്റിലോ ഔട്ട്ലെറ്റിലോ, അല്ലെങ്കിൽ അന്നനാളം ആമാശയമായിട്ട് ചേരുന്ന ഭാഗത്തോ, അല്ലെങ്കിൽ ആമാശയം ചെറുകുടലുമായിട്ട് ചേരുന്ന ഭാഗത്തോ ഒരു മുഴയുണ്ടായാലേ എളുപ്പരീതി പ്രത്യക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഔട്ട്ലെറ്റ് ഏരിയയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഛർദിയായിട്ടായിരിക്കാം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ അവഗണിക്കുന്ന ഒരു ലക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ മോഷനിലൂടെ ബ്ലഡ് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രഥമ ദൃഷ്ടിയാ അത് പൈൽസ് ആണെന്ന് സ്വയം വിലയിരുത്തുകയും പൈൽസിനുള്ള മരുന്ന് വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി സ്വയം ചികിത്സിക്കുകയും ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഒരു രക്തസ്രാവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഉദര ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാകാം, അല്ലെങ്കിൽ മലാശയത്തിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുകയും, പ്രത്യേകിച്ചും ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ അല്ലെങ്കിൽ സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണുകയും അത്യാവശ്യമായി അതിൻ്റെ കുടലിൻ്റെ ഉള്ളിൽ, വൻകുടലിൻ്റെ ഉള്ളിൽ പരിശോധിക്കുന്ന കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ്. അപ്പോൾ അതുവഴി കുടലിൻ്റെ ഉൾഭിത്തി നിരീക്ഷിച്ച് അവിടെ രക്തസ്രാവം ഉണ്ടാവാൻ സാധ്യതയുള്ള അൾസറുകളോ അല്ലെങ്കിൽ കുരുക്കളോ അതല്ലെങ്കിൽ വളർച്ചയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനുള്ള മാർഗം സ്വീകരിക്കേണ്ടുന്നതാണ്. അതാണ് കൂടുതൽ നമ്മൾ അവഗണിക്കുന്ന വിഷയങ്ങൾ. പിന്നെ പിത്തക്കുഴലിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ ഹെഡ് റീജിയൻ അല്ലെങ്കിൽ തലഭാഗത്തുണ്ടാകുന്ന തടസ്സങ്ങൾ, അത് ക്യാൻസർ ആവാം, ക്യാൻസർ അല്ലാത്ത തടസ്സങ്ങളാകാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഏത് അവയവത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്.